ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന യുവജന കമ്മീഷനിലും മിഷൻ വാത്സല്യ പദ്ധതിയിലും ക്ലീൻ കേരള കമ്പനിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. വിവിധ തസ്തികകളിലായിട്ടും വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ദിവസവേതനാടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ബിടെക് ആണ്. കൂടാതെ സമാന മേഖലയിലൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഹെഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ആയിട്ട് ട്രിവാൻഡ്രത്താണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. ദിവസവേതനം 1270 രൂപയാണ് ലഭിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സ് വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മോഡ് ഓഫ് സബ്മിഷൻ വരുന്നത് കൊറിയർ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഓർഡിനറി പോസ്റ്റ് അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അപേക്ഷ ഫോമിൻ്റെ മാതൃക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൂരിപ്പിച്ച അപേക്ഷ ഫോമിനോടൊപ്പം നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഏജ്, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ്. അപേക്ഷ കവറിന് പുറത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം: ദ മാനേജിംഗ് ഡയറക്ടർ, ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ്, സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ്, വഴുതക്കാട്, തിരുവനന്തപുരം 10. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പിന്നീട് അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര പോളിടെക്നിക് കോളേജിൽ ബസ് ഡ്രൈവർ കം ക്ലീനർ താൽക്കാലിക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോമിൻ്റെ മാതൃക www.gptcnta.ac.in നിന്നും ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ആഗസ്റ്റ് 1 രാവിലെ 10:30 കോളേജ് ഓഫീസിൽ നേരിട്ട് അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജ് ഡെമോൺസ്ട്രേറ്റർ ഇൻ കമ്പ്യൂട്ടർ, ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ തസ്തികകളിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. യോഗ്യത: ഡെമോൺസ്ട്രേറ്റർ ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസും ട്രേഡ്സ്മാൻ ബന്ധപ്പെട്ട വിഷയത്തിൽ NCVT സർട്ടിഫിക്കറ്റുമാണ്. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ജൂലൈ 31 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി പരിചരണ യൂണിറ്റിലേക്ക് MPT, BPT യോഗ്യതയുള്ള പരിചയസമ്പന്നരായവരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയോഗിക്കുന്നുണ്ട്. അസൽ രേഖകളുമായി ജൂലൈ 30 ഉച്ചയ്ക്ക് 2 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകണം. വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് സംസ്ഥാന യുവജന കമ്മീഷൻ വിവിധ പദ്ധതികളിലേക്ക് ഒഴിവുള്ള ജില്ലാ കോർഡിനേറ്റർമാരെ 2026 മാർച്ച് വരെയുള്ള കാലയളവിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനായുള്ള വാക്കിൻ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 2 നടക്കുന്നുണ്ട്. കോട്ടയം, വയനാട് ജില്ലകളിൽ നിന്നായി ഓരോ കോർഡിനേറ്റർമാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. 8000 രൂപയാണ് പ്രതിമാസ ഹോണറേറിയം. യോഗ്യത +2 ആണ്. പ്രായപരിധി 18-നും 40-നും ഇടയിലാണ്. അപേക്ഷ ഫോറം കമ്മീഷൻ്റെ www.ksYC.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. താല്പര്യമുള്ള യുവജനങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച അപേക്ഷ, സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ഉൾപ്പെടെ യോഗ്യത സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം 2025 ഓഗസ്റ്റ് 2 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം വികാസ് ഭവനിലുള്ള യുവജന കമ്മീഷൻ ആസ്ഥാനത്ത് നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. അടുത്തത് കോട്ടയം ജില്ലയിൽ പാല KM മാണി സ്മാരക സർക്കാർ ജനറൽ ആശുപത്രി ലാബ് ടെക്നീഷ്യൻ തസ്തികയിലെ 5 ഒഴിവുകളിലേക്ക് കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് ജൂലൈ 30 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ആശുപത്രി ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖയും അവയുടെ പകർപ്പും അപേക്ഷയും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. യോഗ്യത DMLT അല്ലെങ്കിൽ BSc MLT ആണ്. വിശദ വിവരത്തിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പ് മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ, ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോം, ഗവൺമെൻറ് ഒബ്സർവേഷൻ ഹോം എന്നിവിടങ്ങളിലേക്ക് കൗൺസിലർമാരെ നിയമിക്കുന്നതിന് ഓഗസ്റ്റ് 1 രാവിലെ 9 മുതൽ കളക്ടറേറ്റിലെ വിഭജിക കോൺഫറൻസ് ഹാളിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ കൗൺസിലിംഗിൽ ബിരുദമോ കൗൺസിലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ PG ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം.
വനിതാ ശിശുവികസന മേഖലയിൽ സർക്കാർ അല്ലെങ്കിൽ NGOയിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയവും കമ്പ്യൂട്ടറിൽ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം. ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ഉയർന്ന പ്രായപരിധി 50 വയസ്സും ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോം, ഗവൺമെൻറ് ഒബ്സർവേഷൻ ഹോം എന്നിവിടങ്ങളിലേക്ക് 40 വയസ്സുമാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ രേഖ, വയസ്സ് എന്നിവ തെളിയിക്കുന്ന രേഖ എന്നിവയുടെ ഒറിജിനലും കോപ്പിയും സഹിതം വോക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ കേരള സ്റ്റേറ്റ് വുമൺ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ബാങ്കിംഗ് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർ ജൂലൈ 31 മുൻപ് ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം. പ്രായപരിധി 1/1/2025 18-നും 45-നും ഇടയിലാണ്. നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.